ഈ ക്ലാസ്സിൽ നോക്കുന്ന ടോപ്പിക്ക് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം എന്നുള്ളതാണ്. ഇതിൽ ആദ്യം കേരളത്തെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസ ചരിത്രമാണ് നോക്കുന്നത്. അതിനകത്ത് പ്രാചീന കാലത്ത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വേദപഠന കേന്ദ്രങ്ങളെ അറിയപ്പെട്ടിരുന്നത് ശാല എന്നായിരുന്നു. പ്രാചീന കാലത്ത് വേദപഠന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ശാല എന്നാണ്. തെക്കൻ കേരളത്തിലായിരുന്നു ഈ ഒരു പഠന കേന്ദ്രം ശാല എന്ന് കൂടുതലായിട്ട് അറിയപ്പെട്ടത്. വടക്കൻ കേരളത്തിൽ സഭാമഠം എന്നായിരുന്നു വടക്കൻ കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത്. പ്രാചീന കേരളത്തിൽ പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രമാണ് കാന്തള്ളൂർ ശാല. പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രമാണ് കാന്തള്ളൂർ ശാല. കാന്തള്ളൂർ ശാലയുടെ സ്ഥാപകൻ ആരാണ്? കരുനന്തടക്കനാണ് കാന്തള്ളൂർ ശാലയുടെ സ്ഥാപകൻ. കേരളത്തിൽ പണ്ട് പഠനത്തിനായി ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് കുടിപ്പള്ളിക്കുടങ്ങൾ എന്നായിരുന്നു. കേരളത്തിൽ പണ്ട് പഠനത്തിനായി ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുടിപ്പള്ളിക്കുടങ്ങൾ എന്നായിരുന്നു, അഥവാ എഴുത്തുപള്ളി എന്നാണ്. കേരളത്തിലെ പ്രധാന ശാലകളായിരുന്നു കാന്തള്ളൂർ ശാല, പാർത്തിപുരം ശാല, തിരുവല്ലം ശാല, മൂഴിക്കുളം ശാല. അപ്പോൾ കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ശാലകൾ ഏതൊക്കെയായിരുന്നു? കാന്തള്ളൂർ ശാല, പാർത്ഥിവപുരം, തിരുവല്ല, അതുപോലെ മൂഴിക്കുളം. എഴുത്തുവിദ്യയും പള്ളിക്കുടവും സംഭാവന ചെയ്തത് ബുദ്ധമതമാണ്. എഴുത്തുപള്ളിയും അതുപോലെ പള്ളിക്കുടവും സംഭാവന ചെയ്തത് ആരാണ്? ബുദ്ധമതമാണ്. കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട മിഷണറിമാർ ആരാണ്? അതാണ് ബർണഡിൻ ബച്ചിനെല്ലി, റവലന്റ് മീഡ്, ഡൗസൺ, ഹബീക്ക് എന്നിവരാണ്. ആരൊക്കെയായിരുന്നു? ബർണഡിൻ ബച്ചിനെല്ലി, അതുപോലെ റവലന്റ് മീഡ്, ഡൗസൺ, അതുപോലെ ഹബീക്കു ആയിരുന്നു. ഓക്കെ, ഇനി കേരളത്തിലെ വിദ്യാഭ്യാസ മിഷണറി സംഘങ്ങളും പ്രവർത്തന മേഖലയും കുറിച്ച് നോക്കാം. നമുക്കറിയാം LMS എവിടെയാണ്? തിരുവിതാംകൂർ ആയിരുന്നു പ്രവർത്തന മേഖല. CMS തിരുവിതാംകൂർ കൊച്ചി ആയിരുന്നു. BEM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയായിരുന്നു? അത് മലബാറിലും ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റാണി ഗൗരി പാർവതി ഭായി വിളംബരം ചെയ്യപ്പെട്ടതെന്നാണ്? 1817ലാണ്. ഈ വിളംബരത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോ സ്കൂളിലും 2 അധ്യാപകരെ നിയമിക്കുക, ദൈനംദിന കാര്യങ്ങൾ പരിശോധിക്കുക, ഉചിതമായ യോഗ്യതയുള്ളവരെ അധ്യാപകരായി നിയമിക്കുക, അധ്യാപകരുടെ മാസശമ്പളമായ 50 പണം നൽകുക, വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ലോവർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകി തുടങ്ങിയത് 1904 മുതലാണ്. 1904 മുതലാണ് ലോവർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകി തുടങ്ങിയത്. സൗജന്യ യൂണിഫോം നടപ്പിലാക്കിയതെന്ന 1943ലാണ്. 1943ലാണ് സൗജന്യ യൂണിഫോം നടപ്പിലാക്കി തുടങ്ങിയത്. 1943ലും അതുപോലെ പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികൾക്ക് സൗജന്യമാക്കിയത് 1904നുമാണെന്നുള്ളത് മറന്നു പോകരുത്. ഓക്കെ, ഇനി തിരുവിതാംകൂറിൽ ഉച്ചഭക്ഷണ പരിപാടി നടപ്പിലാക്കിയതെന്ന 1940ലാണ്. ഓക്കെ, തിരുവിതാംകൂറിൽ ഉച്ചഭക്ഷണ പരിപാടി നടപ്പിലാക്കിയത് 1940ലാണ്. ഓക്കെ, ഇനി പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ടുള്ള മാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു, അതായത് തിരുവിതാംകൂർ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് റാണി പാർവതി ബായിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയതാണ് ശ്രീമൂലം തിരുനാൾ. മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ബാസൽ മിഷനാണ്. 1948 ബാസൽ മിഷനാണ് മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്.
മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ പിൻകാലത്ത് അറിയപ്പെട്ട പേരെന്താ? മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്നാണ്. മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ പിൻകാലത്ത് അറിയപ്പെട്ടത് എന്താണ്? മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്നാണ്. 1858 നോർത്ത് മലബാറിൽ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചതാരാണ്? ഡോക്ടർ ഗുണ്ടർട്ടാണ്. അതായത് 1858 നോർത്ത് മലബാറിൽ ആദ്യം ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ഗുണ്ടർട്ടാണ്. സാമൂതിരി രാജാവ് 1877 സ്ഥാപിച്ച സ്കൂൾ നിലവിൽ അറിയപ്പെടുന്ന എന്താണ്? ഗുരുവായൂരപ്പൻ കോളേജ് എന്നാണ്. സാമൂതിരി രാജാവ് 1877 സ്ഥാപിച്ച സ്കൂൾ നിലവിൽ അറിയപ്പെടുന്നത് എന്താണ്? ഗുരുവായൂരപ്പൻ കോളേജ് എന്നാണ്. മലബാറിലെ ആദ്യത്തെ വെർണാക്കുലർ സ്കൂൾ മലപ്പുറത്താണ് സ്ഥാപിതമായത്. 1856 മലബാറിലെ ആദ്യത്തെ വെർണാക്കുലർ സ്കൂള് മലപ്പുറത്ത് സ്ഥാപിതമായത് 1856. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത് 1834. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത് 1834. 1856 മലബാറിലെ ആദ്യത്തെ വെർണാക്കുലർ സ്കൂൾ സ്ഥാപിതമായത് 1856. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത് 1834. മലബാറിലെ ആദ്യത്തെ പാശ്ചാത്യ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചതാരാണ്? റവറൻഡ് ഹബീഖാണ്. മലബാറിലെ ആദ്യത്തെ പാശ്ചാത്യ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചത് ഹബീഖാണ്. 1834 തിരുവിതാംകൂറിൽ സർക്കാരിൻ്റെ കീഴിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചതാരാ? സ്വാതി തിരുനാളാണ്. ഓക്കെ, 1834 ഈ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആരായിരുന്നു ഭരണാധികാരി? സ്വാതി തിരുനാളായിരുന്നു. ആരുടെ നേതൃത്വത്തിലായി ഇത് ഈ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ജോൺ റേ ബർട്ട്സിൻ്റെയാണ്. ജോൺ റേ ബർട്ട്സിൻ്റെ നേതൃത്വത്തിലാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ വിപുലമായ മാറ്റം വരുത്തിയ കമ്മിറ്റിയാണ് സ്റ്റഡാം കമ്മിറ്റി. കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ വിപുലമായ മാറ്റം വരുത്തിയ കമ്മിറ്റിയാണ് സ്റ്റഡാം കമ്മിറ്റി. 1933. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണമാണ് കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണമാണ് കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം കേരളം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയം, ആദ്യ ജില്ല എറണാകുളം, ആദ്യ സംസ്ഥാനം കേരള. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വ്യക്തി ചേലക്കാടൻ ആയിഷയാണ്. ഇനി കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വച്ചാണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വെച്ചാണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. 100% സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വില്ലേജ് ഏതാണ്? എറണാകുളം ജില്ലയിലെ പോത്താനിക്കാടാണ്. 100% സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ വില്ലേജ് ഏതാണ്? പോത്താനിക്കാടാണ്. അത് എറണാകുളത്താണ്. ഓക്കെ, ഇനി സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? കണ്ണൂർ. അപ്പോൾ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ചത് കണ്ണൂരാണ്. 2010 100% സാക്ഷരത നേടിയത് പോത്താനിക്കാടാണ്. കേരളത്തിൽ DPEP നിലവിൽ വന്നത് 1990. കേരളത്തിൽ DPEP നിലവിൽ വന്നത് 1994. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ ഏതാണ്? ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റ് സ്കൂളാണ്. അടുത്ത് നോക്കുന്നത് 1957 കേരള വിദ്യാഭ്യാസ ബില്ലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. 1957 കേരള വിദ്യാഭ്യാസ ബില്ലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. എല്ലാ എയ്ഡഡ് സ്കൂളിലെയും അധ്യാപകരെയും അനധ്യാപക ജീവനക്കാരെയും ശമ്പളം സർക്കാർ നേരിട്ട് നൽകി. അത് ഈ 1957 വിദ്യാഭ്യാസ ബില്ലാണ്. ശേഖരിക്കുന്ന മുഴുവൻ ഫീസും സർക്കാരിൽ അടയ്ക്കണമെന്ന നിയമം വന്നു. ഓക്കെ,
ശേഖരിക്കുന്ന മുഴുവൻ ഫീസ് സർക്കാരിൽ അടയ്ക്കണം. പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റിന് അറ്റകുറ്റപ്പണിക്കും ഭൂമി, കെട്ടിടം, ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങാനും ഗവൺമെൻറ് ഗ്രാൻഡ് നൽകി. അപ്പോൾ എന്താണ്, പ്രൈവറ്റ് സ്കൂള് മാനേജ്മെൻറ്റിന് അറ്റകുറ്റപ്പണിക്കും ഭൂമി, കെട്ടിടം, ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങാനും ഗവൺമെൻറ് ഗ്രാൻഡ് നൽകി. പ്രൈവറ്റ് സ്കൂൾ അധ്യാപകരെ PSC തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാനേജർ നിയമിക്കണം. പ്രൈവറ്റ് സ്കൂൾ അധ്യാപകരെ PSC തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാനേജർ നിയമിക്കണം. പ്രൈവറ്റ് സ്കൂൾ അധ്യാപകരുടെ സേവന വ്യവസ്ഥകൾ സർക്കാർ സ്കൂൾ അധ്യാപകരുടേതിന് തുല്യമാക്കി. പ്രൈവറ്റ് സ്കൂൾ അധ്യാപകരുടെ സേവന വ്യവസ്ഥ സർക്കാർ സ്കൂൾ അധ്യാപകരുടേതിന് തുല്യമാക്കി. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാനേജർമാരുടെ സ്കൂളുകളെ നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുക്കാനോ അംഗീകരിക്കാനോ പിൻവലിക്കാനോ സർക്കാരിന് അധികാരം ഉണ്ടായിരിക്കും. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാനേജർമാരുടെ സ്കൂളുകളെ നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുക്കാനോ അംഗീകരിക്കാനോ പിൻവലിക്കാനോ സർക്കാരിന് അധികാരം ഉണ്ടായിരിക്കും. പ്രാദേശിക തലത്തിൽ വിദ്യാഭ്യാസ ഓഫീസർമാരെ നിയമിച്ചു. പ്രാദേശിക തലത്തിൽ വിദ്യാഭ്യാസ ഓഫീസർമാരെ നിയമിച്ചു. സംസ്ഥാന തലത്തിൽ ഒരു ഉപദേശക സമിതി രൂപീകരിച്ചു. സംസ്ഥാന തലത്തിൽ ഉപദേശക സമിതിയെ രൂപീകരിച്ചു. ഇതെല്ലാം 1957 കേരള വിദ്യാഭ്യാസ ബില്ലിൽ വരുന്നതാണ്. അപ്പോൾ ഈ കേരള വിദ്യാഭ്യാസ ബില്ല് ആരാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയാണ് 1957 ജൂലൈ 13 ഈ ഒരു ബില്ല് പാസ്സാക്കുന്നത്, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ബില്ലിന് അംഗീകാരം നൽകിയത്, പ്രസിഡന്റ് അംഗീകാരം നൽകിയതെന്ന 1959 ജൂൺ 1 അതായത് 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അതിന് അംഗീകാരം നൽകുന്നത്. അടുത്ത് 1959 കേരള വിദ്യാഭ്യാസ നിയമത്തെക്കുറിച്ചാണ് നോക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിയമം നിലവിൽ വന്ന് 10 വർഷത്തിനകം സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് സർക്കാർ അവസരം നൽകും. കുട്ടികളുടെ ഹാജർ ഉറപ്പുവരുത്തുന്നതിന് ഈ നിയമം അനുസരിച്ചുള്ള മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും ഒരു പ്രാദേശിക വിദ്യാഭ്യാസ കമ്മിറ്റിയെ നിയമിക്കും. എല്ലാ രക്ഷകർത്താക്കളും അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുവെന്ന് നിർബന്ധമായി ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം, യൂണിഫോം, പുസ്തകം, ലേഖന സാമഗ്രികൾ എന്നിവ നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ നിയമം നടപ്പിലാക്കിയതിലൂടെ കഴിഞ്ഞു. 1990-91 കാലയളവിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് വേർപെടുത്തുകയും പകരം ഹയർ സെക്കൻഡറി സമ്പ്രദായം കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. 1999 2000 ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സാർവത്രികമാക്കിയത്. ഇനി കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം. അതിന് ഏറ്റവും മുകളിൽ വരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതിന് തൊട്ട് താഴെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. ആദ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതിന് താഴെ വിദ്യാഭ്യാസ സെക്രട്ടറി, വിദ്യാഭ്യാസ ഡയറക്ടർ, പിന്നെന്താണ് ഡെപ്യൂട്ടി ഡയറക്ടർ, DDE ഡെപ്യൂട്ടി ഡയറക്ടർ. അടുത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ DEO ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. അടുത്ത് AEO ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ AEO. എന്നിട്ടാണ് പിന്നെ അധ്യാപകൻ ഓർ അധ്യാപിക വരുന്നത്. ഇപ്പോൾ വകുപ്പ് മന്ത്രി, അതിന് കഴിഞ്ഞിട്ട് സെക്രട്ടറി, അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ, അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി ഡയറക്ടർ, അത് കഴിഞ്ഞ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും, അത് കഴിഞ്ഞിട്ട് ഉപവിദ്യാഭ്യാസ ഓഫീസറും പിന്നെ ടീച്ചേഴ്സുമാണ് താഴെ വരുന്നത്. ഇനി കേരളത്തിൽ 14 ജില്ലകളിലും 163 ഉപജില്ലാ
വിദ്യാഭ്യാസ ഓഫീസുകളുണ്ട്. വിദ്യാഭ്യാസ ജില്ലകൾക്ക് നേതൃത്വം നൽകുന്നത് ആരാ? DEO ആണ്. ഓക്കെ, വിദ്യാഭ്യാസ ജില്ലകൾക്ക് നേതൃത്വം നൽകുന്നത് DEO ആണ്. ഉപജില്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? AEO ആണ്. അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ആണ്. ഓക്കെ, ഒരു ഉപജില്ല എല്ലാ പ്രൈമറി സ്കൂളുകളുടെയും ഭരണ ചുമതല AEOയ്ക്കാണ്. ഒരു ഉപജില്ല എല്ലാ പ്രൈമറി സ്കൂളുകളുടെയും ഭരണ ചുമതല ആർക്കാണ്? AEOയ്ക്കാണ്. വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളുടെയും ചുമതല വഹിക്കുന്നത് ആരാണ്? DEO ആണ്. വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളുടെയും ചുമതല വഹിക്കുന്നത് DEO ആണ്. റവന്യൂ ജില്ലകളിലെ എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും പ്രൈമറി ഹയർ സെക്കൻഡറികളുടെയും TTAകളുടെയും മേൽനോട്ട ചുമതല DDEക്കാണ്. ഓക്കെ, ഒരു റവന്യൂ ജില്ലയിലെ അധ്യാപകരുടെ നിയമനത്തിൻ്റെയും സ്ഥാനക്കയറ്റത്തിൻ്റെയും സ്ഥലം മാറ്റത്തിൻ്റെയും അധികാരി ആർക്കാണ്? വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഒരു റവന്യൂ ജില്ലയിലെ അധ്യാപകരുടെ അല്ലെങ്കിൽ നിയമനത്തിൻ്റെയും സ്ഥാനക്കയറ്റത്തിൻ്റെയൊക്കെ അധികാരം ആരുടെ കയ്യിലാണ്? DDEയുടെ കയ്യിലാണ്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കയ്യിലാണ്. ഓക്കെ, ഇനി ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാനത്തെ സർക്കാർ പരീക്ഷണ കമ്മീഷണർ കൂടിയാണ്. ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാനത്തെ സർക്കാർ പരീക്ഷണ കമ്മീഷണർ കൂടിയാണ്. ഭരണപരമായ സൗകര്യങ്ങളും സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി ഭരണപരമായ സൗകര്യത്തിനും സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ 14 റവന്യൂ ജില്ലകളിലായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസും ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും വിദ്യാഭ്യാസ ഉപജില്ലകളുമുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണനിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണനിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവനാരാണ്? പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്. പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവനാരാണ്? പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്. ഓക്കെ, ഇനി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറഞ്ഞല്ലോ, DDE. ഇയാളുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജില്ലയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ നടപ്പാക്കണം. അതുപോലെ ജില്ലാതല കലോത്സവം, ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര മേളകൾ, IT പ്രവൃത്തി പരിചയം, കായികമേള തുടങ്ങിയവയുടെ എല്ലാം സംഘാടനം, സ്കൂളുകളുടെ അക്കാദമിക് മോണിറ്ററിങ്, അതുപോലെ ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളുടെ പ്രവർത്തന മേൽനോട്ടം, അതുപോലെ AEO, DEO, മറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവരുടെ കോൺഫറൻസുകൾ സമയബന്ധിതമായി സംഘടിപ്പിക്കൽ, പിന്നെ അധ്യാപക പരിശീലനങ്ങളുടെ ജില്ലാതല ചുമതല നിർവഹിക്കൽ, DED, ED, അതുപോലെ TTC കോഴ്സുകളുടെ അഡ്മിഷൻ, നിയമനം, മേൽനോട്ടം എല്ലാം BEdൻ്റെയൊക്കെ DDEയുടെ ചുമതലകളാണ്. DEOയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ സന്ദർശിക്കുകയും അക്കാദമികവും അതുപോലെ ഭരണപരമായ മേൽനോട്ടം വഹിക്കണം. അതുപോലെ അക്കാദമിക മോണിറ്ററിംഗ് ടീം മോണിറ്ററിംഗ് ചെയ്യണം. വിദ്യാഭ്യാസ ജില്ലാ തലത്തിൽ കലോത്സവവും മറ്റ് മേളകളും സംഘടിപ്പിക്കണം. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെയും AEOമാരുടെയും കോൺഫറൻസുകൾ നടത്തുന്നത്. പിന്നെ AEOമാരുടെ ചുമതലകൾ എന്താണെന്ന് നോക്കാം. വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൈമറി സ്കൂളുകൾ സന്ദർശിച്ച് അക്കാദമികവും ഭരണപരമായ മേൽനോട്ടം നടത്തണം. അക്കാദമിക ടീം മോണിറ്ററിംഗ് നടപ്പിലാക്കണം. ഉപജില്ലാ തല മേളകൾ സംഘടിപ്പിക്കണം. ഇവ ഇത്രയുമാണ്. ഇനി പ്രഥമ അധ്യാപകരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കൂൾ വികസന പദ്ധതി തയ്യാറാക്കൽ, വിദ്യാലയ അക്കാദമി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ, പഠനാസൂത്രണത്തിന് മേൽനോട്ടം വഹിക്കൽ, സ്കൂൾ മോണിറ്ററിംഗ് നടത്തൽ, ക്ലാസ് മോണിറ്ററിംഗ് നടത്തൽ, ക്ലാസ് എടുക്കൽ, ജനാധിപത്യപരമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരെ പ്രവർത്തന പങ്കാളികളാക്കൽ, SRG ഫലപ്രദമായി നടപ്പാക്കൽ,
അക്കാദമിക നേതൃത്വം നൽകൽ, ഭരണ നേതൃത്വം, പൊതു ചുമതല എന്നിവ നിർവഹിക്കൽ. SMC, PTA, MPTA, CPTA ഇവയ്ക്ക് നേതൃത്വം നൽകൽ, കോൺഫറൻസുകളിൽ പങ്കെടുക്കൽ. ഓക്കെ, ഇനി അധ്യാപകരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിരന്തര പഠിതാവ്, കുട്ടികളുടെ സഹായിയായി മാറൽ. സഹപഠിതാവ്, കുട്ടികൾ പഠന നേട്ടം കൈവരിക്കാനുള്ള ആസൂത്രണം നടപ്പാക്കൽ. ജനാധിപത്യ രീതി അവലംബിക്കൽ. ശിശു സൗഹൃദമായ ക്ലാസ് അന്തരീക്ഷം ഒരുക്കൽ. വാതിൽപ്പുറ പഠനങ്ങൾക്ക് നേതൃത്വം നൽകൽ. മികച്ച പഠന സഹായികൾ നിർമ്മിച്ച് അവതരിപ്പിക്കൽ. വൈവിധ്യപൂർണമായ പഠന തന്ത്രങ്ങൾ ഒരുക്കൽ. ഗവേഷണ സ്വഭാവമുള്ള ആൾ, കുട്ടികളുടെ സാമ്പത്തികവും മറ്റുമായി ചുറ്റുപാടുകളെ അടുത്തറിയൽ. ഓക്കെ, ഇനി അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാജർ ബുക്ക്, കുട്ടികളുടെ പഠന പുരോഗതി രേഖ. ടീച്ചിങ് മാനുവല്, വിവിധ പഠന സാമഗ്രികളുടെ ശേഖരം. മൂല്യനിർണ്ണയ രേഖകൾ. CPTA ബന്ധപ്പെട്ട രേഖകൾ. സ്കൂളുകളിൽ സൂക്ഷിച്ചിരിക്കേണ്ട പ്രധാന രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാജർ ബുക്ക്, ടൈം ടേബിള്, അതുപോലെ ലോഗ് ബുക്ക്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, പരീക്ഷാ ഫലം രേഖപ്പെടുത്തുന്ന റെക്കോർഡ്, അഡ്മിഷൻ രജിസ്റ്റർ, വിടുതൽ രജിസ്റ്റർ, ഫീ രജിസ്റ്റർ, ടീച്ചിങ് മാനുവൽ രജിസ്റ്റർ, അക്കാദമിക മാസ്റ്റർ പ്ലാൻ, നോട്ട്ബുക്ക്, ഇൻസ്പെക്ഷൻ ഡയറി, സ്റ്റോക്ക് രജിസ്റ്റർ, സന്ദർശക ഡയറി, സ്റ്റാഗ്നേഷൻ രജിസ്റ്റർ, ക്യാഷ് ബുക്ക്, അക്വിറ്റൻസ് രജിസ്റ്റർ, ചലാൻ രജിസ്റ്റർ എന്നിവയാണ്. ഇനി പ്രഥമ അധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിങ്ങും വിദ്യാലയ മോണിറ്ററിങ്ങും എന്താണെന്ന് നോക്കാം. ഒരു വിദ്യാലയത്തിലെ അക്കാദമിക കാര്യങ്ങൾ നേതൃത്വം നൽകുന്നത് പ്രഥമ അധ്യാപികയാണ് പ്രാഥമിക അധ്യാപികനാണ്. സഹ അധ്യാപകരെ പോലെ ക്ലാസ് എടുക്കേണ്ട ഉത്തരവാദിത്വവും പ്രഥമ അധ്യാപകനുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെഡ് മാസ്റ്ററുടെയും SRG കൺവീനർമാരുടെയും നേതൃത്വത്തിൽ SRG മീറ്റിംഗ് നടത്തണം. ഓരോ ക്ലാസ്സിലും ഓരോ വിഷയത്തിലും ഒരാഴ്ച നടക്കേണ്ട പഠന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആ മീറ്റിംഗിൽ ചർച്ച ചെയ്യണം. കൂട്ടായ ചർച്ചയിലൂടെ രൂപപ്പെടുന്ന പഠനതന്ത്രങ്ങളാണ് ക്ലാസ്സിൽ സംഘടിപ്പിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ടീച്ചിങ് മാനുവൽ ഓരോ അധ്യാപകനും തയ്യാറാക്കി പ്രഥമ അധ്യാപകനെ കാണിക്കണം. ക്ലാസുകൾ ഫലപ്രദമാകണമെങ്കിൽ പ്രഥമ അധ്യാപകരുടെ ക്ലാസ് മോണിറ്ററിംഗ് ശക്തമാക്കണം. ഫലപ്രദമായ ഒരു സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കാൻ ഹെഡ് മാസ്റ്റർ നേതൃത്വം നൽകണം. സഹ അധ്യാപകരുടെയും SMC, PTA, SSG തുടങ്ങിയവരുടെയും സഹായത്തോടെ സ്കൂൾ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയണം. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ സഹായത്തോടെയും മറ്റു ജനപ്രതിനിധികളുടെ സഹായത്തോടെയും അതിനുവേണ്ട ഫണ്ട് കണ്ടെത്തണം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ വികസന പദ്ധതിയും അക്കാദമിക മാസ്റ്റർ പ്ലാനും തയ്യാറാക്കുക. ഇത് ഫലപ്രദമായി വിദ്യാഭ്യാസ മോണിറ്ററിങ്ങിലൂടെ സാധ്യമാകുന്നു. ഇനി സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി SMC 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ച സമിതിയാണ് SMC എന്ന് പറയുന്നത്. അതിലെ അംഗങ്ങളുടെ ക്രമം നോക്കാം. ആകെ 750 കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളിൽ കൺവീനർ, ജോയിൻ്റ് കൺവീനർ ഒഴികെ 16 പേർ SMCയിൽ ഉണ്ടാവണം. 750 കുട്ടികളിൽ കൂടുതലുള്ള കുട്ടികളിൽ കൺവീനറും ജോയിൻ്റ് കൺവീനറും ഒഴികെ 20 പേർ ഉണ്ടാകണം. SMCയിൽ മൊത്തം അംഗങ്ങളിൽ 75% പേർ മാതാപിതാക്കൾ, രക്ഷകർത്താക്കളിൽ നിന്നുമാകണം. SC/ST വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും ദുർബല പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളും നിർബന്ധമായും കമ്മിറ്റിയിൽ ഉണ്ടാകണം. 25% അംഗങ്ങളിൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ, സ്കൂളുകളിലെ അധ്യാപകരുടെ ഒരു പ്രതിനിധി, രക്ഷകർത്താക്കൾ തീരുമാനിക്കുന്ന സ്ഥലത്തെ വിദ്യാഭ്യാസ വിവക്ഷണന്മാർ, സ്കൂൾ ലീഡർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. SMCയിലെ ആകെ അംഗങ്ങളിൽ 50% വനിതകളായിരിക്കണം. ചെയർമാൻ, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവർ രക്ഷകർത്താക്കളുടെ പ്രതിനിധികളായിരിക്കണം. SMCയുടെ എക്സ് ഒഫീഷ്യോ മെമ്പറും കൺവീനറും ഹെഡ് മാസ്റ്ററാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ആണെങ്കിൽ പ്രിൻസിപ്പൽ കൺവീനറും വൈസ് പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ ജോയിൻ്റ് കൺവീനറും ആയിരിക്കും. SMCയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാലയ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യണം. സ്കൂൾ വികസന പദ്ധതി തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യണം. സർക്കാർ
പഞ്ചായത്ത് ഫണ്ടുകളും മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും വിനിയോഗിക്കണമെന്ന് നേതൃത്വം നൽകണം. വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് പ്രാദേശിക സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തണം. വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളുടെ ഹാജരില്ലായ്മ, പഠന പുരോഗതി എന്നിവ മോണിറ്റർ ചെയ്യണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ടീച്ചർ ബാങ്കിൽ നിന്ന് 1 വർഷത്തിന് താഴെയുള്ള ഒഴിവുകളിലേക്ക് അധ്യാപക നിയമനം നടത്തണം. കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായും തടയുക. 15 ദിവസം തുടർച്ചയായി ഹാജരാക്കാത്ത കുട്ടികളെ തിരിച്ചെത്തിക്കുന്നതിന് നടപടികളെടുക്കണം. അധ്യാപകർ സമയനിഷ്ഠ പാലിക്കുന്നുവെന്നും രക്ഷകർത്താക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുവെന്നും കുട്ടികളുടെ ഹാജർ, പഠനശേഷി, പഠന പുരോഗതി, മറ്റ് വിവരങ്ങൾ തുടങ്ങിയവ രക്ഷകർത്താക്കളെ അറിയിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. സെൻസസ്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതുപോലെ തെരഞ്ഞെടുപ്പ്, ജോലി തുടങ്ങിയവ ഒഴിച്ചുള്ള വിദ്യാഭ്യാസേതര ജോലികൾക്ക് അധ്യാപകരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമം, പ്രവേശനം നൽകാതിരിക്കൽ, സഹായങ്ങൾ യഥാസമയം നൽകാതിരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയും സർക്കാരിനെ അറിയിക്കണം. ക്ലാസ് PTA, MPTA മീറ്റിംഗുകൾ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ, പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾ തുടങ്ങിയവർക്ക് പരിശീലനം ഉറപ്പുവരുത്തണം. ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യണം. സ്കൂളുകൾക്ക് വേണ്ടി ലഭിക്കുന്ന തുക സംബന്ധിച്ച വരവ് ചെലവ് കണക്ക്, വാർഷിക അക്കൗണ്ട് എന്നിവ തയ്യാറാക്കുക. അപ്പോൾ ഇവ ഇത്രയുമാണ് SMC കമ്മിറ്റിയിലെ ചുമതല എന്ന് പറയുന്നത്. അടുത്ത് PTA. അധ്യാപകരും രക്ഷകർത്താക്കളും അടങ്ങുന്ന സമിതിയാണ് അധ്യാപക രക്ഷാകർതൃ സംഘടന. PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിൽ രക്ഷിതാക്കളാണ് പ്രവർത്തിക്കുന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്ററാണ് സമിതിയുടെ കൺവീനർ അഥവാ സെക്രട്ടറി എന്ന് പറയുന്നത്. അക്കാദമിക വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി ജൂൺ 15-ന് മുമ്പായി കൂടണം. വർഷത്തെ 3 പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ചേരേണ്ടതാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാസത്തിലൊരിക്കലെങ്കിലും ചേരണം. സ്കൂളുകളിൽ സർവോന്മുഖമായ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്ന സമിതിയാണ് PTA എന്ന് പറയുന്നത്. PTAയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കൂൾ വികസന പരിപാടിയുടെ രൂപീകരണവും നടത്തിപ്പും മോണിറ്ററിങ്ങും PTAയ്ക്കാണ്. റിസോഴ്സ് മാപ്പിംഗ് നടത്തി ലഭ്യമാകുന്ന പ്രാദേശിക വിഭവങ്ങൾ കണ്ടെത്തണം. രക്ഷകർത്താക്കളുടെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം. LSG, SSK എന്നിവയുടെയും മറ്റു വരുമാന സ്രോതസ്സുകളുടെയും ഫണ്ടുകൾ കണ്ടെത്തണം. പ്രയോജനപ്പെടുത്തൽ, ഫലപ്രദമായി വിനിയോഗിക്കൽ, വരവ് ചെലവ് കണക്ക് സൂക്ഷിക്കൽ, ഉച്ചഭക്ഷണ പരിപാടി പോഷക സമൃദ്ധമാക്കുന്നതിനും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ, വിവിധതരം ലാബുകൾ, ലൈബ്രറി, മറ്റ് ഭൗതിക സൗകര്യങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമാണ്. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ പ്രാദേശിക പങ്കാളിത്തത്തോടെ നടപ്പാക്കുകയും അവ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കലുമാണ് ഈ PTAയുടെ പ്രധാന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. അടുത്ത ക്ലാസ് PTA. ക്ലാസ്സിലെ അക്കാദമിക ഭൗതിക കാര്യങ്ങൾ ഒരുക്കുന്നതിൽ സൂക്ഷ്മതലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമിതിയാണ് ക്ലാസ് PTA. സ്കൂളുകളിൽ ഓരോ ഡിവിഷനിലും പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ക്ലാസ് അധ്യാപകരും പ്രധാന അധ്യാപകരും കൂടിച്ചേരുന്നതാണ് ക്ലാസ് PTA. മാസത്തിൽ ഒരു ക്ലാസ് PTA യോഗമെങ്കിലും ചേരേണ്ടതാണ്. PTAയുടെ പ്രധാന ലക്ഷ്യം കുട്ടികളുടെ അക്കാദമിക പുരോഗതിയാണ്. ക്ലാസ് PTAയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാസത്തിലൊരിക്കലെങ്കിലും ക്ലാസ് PTA കൂടണം. കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തി മികവുകളും പരിമിതികളും ചർച്ച ചെയ്യണം. പൊതു അവതരണത്തിനു ശേഷം ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങൾ, പഠന പുരോഗതി എന്നിവ ചർച്ചയ്ക്ക് വിധേയമാക്കണം. പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഉൽപ്പന്നങ്ങൾ കാണാനും വിലയിരുത്താനും രക്ഷിതാവിന് അവസരമുണ്ടാകണം. അടുത്ത മാസം ക്ലാസ് മുറിയിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖ ക്ലാസ് PTA ചർച്ച ചെയ്യണം. രക്ഷകർത്താക്കൾക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ കുട്ടിയെ സഹായിക്കാൻ കഴിയുമെന്ന് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തണം. രക്ഷിതാക്കളുടെ സഹായം ആവശ്യമുള്ള പരിപാടികളിൽ അവരുടെ സഹായം തേടണം. പാഠ്യ പദ്ധതിയെക്കുറിച്ച് രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം. ഇനി പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ ഘടന എങ്ങനെയെന്ന് നോക്കാം. പ്രീ പ്രൈമറിക്ക് ശേഷം 1 മുതൽ 4 വരെ ലോവർ പ്രൈമറി, 4 മുതൽ 7 അപ്പർ പ്രൈമറി, 8 മുതൽ 10 വരെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂളും 8 മുതൽ 10 വരെ ഹൈസ്കൂളും +1 +2 ഹയർ സെക്കൻഡറി എന്ന രീതിയിലാണ്. 1 മുതൽ 8 വരെ സൗജന്യ ഭക്ഷണം, വസ്ത്രം, പാഠപുസ്തകം എന്നിവ സൗജന്യം നൽകുന്നു.
ESLC പരീക്ഷ SSLC എന്ന് പുനർനാമകരണം ചെയ്തത് 1949 തിരുക്കൊച്ചി സംയോജനത്തോടെയാണ്. 1949 തിരുക്കൊച്ചി സംയോജനം. ആദ്യ SSLC പരീക്ഷ നടന്നത് 1952 SSLC സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഗ്രേഡിംഗ് സമ്പ്രദായം ആരംഭിച്ചത് 2005 പൊതുവിദ്യാലയങ്ങളെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ വിദ്യാലയങ്ങളെ പ്രധാനമായും 3 തരംതിരിക്കുന്നു: സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ്. ഇതിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങളായി കണക്കാക്കുന്നു. കേരളത്തിൽ പ്രധാനമായും 3 സിലബസാണ് ഉള്ളത്: കേരള സ്റ്റേറ്റ്, CBSE, ICSE എന്നിവയാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. 93.91%. കേരളത്തിലെ പുരുഷ സാക്ഷരത 96.02%, സ്ത്രീ സാക്ഷരത 91.98%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് എവിടെയാണ്? അത് മലപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറത്താണ്. രണ്ടാമത് കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ അൺഎയ്ഡഡ് സ്കൂളുകളുള്ളത് എവിടെയാണ്? മലപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂരാണ്. എയ്ഡഡ് മേഖലയിൽ കുട്ടികൾ കുറവുള്ള സ്കൂളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ടയാണ്. ഏറ്റവും കൂടുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല മലപ്പുറമാണ്. 2018 വിദ്യാഭ്യാസ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറഞ്ഞ സ്കൂൾ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2019-20 വർഷത്തിലെ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് 0.15%.